2026 മാർച്ച് 21 ശനിയാഴ്ച ഇസ്രയേലിലെ ഷിമോൺ പെരസ് നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന ഡിമോണ നഗരത്തിലും സമീപ നഗരമായ അറാദിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ആണവ ഗവേഷണ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി അറിവില്ലെന്നും അസാധാരണമായ റേഡിയേഷൻ അളവ് കണ്ടെത്തിയിട്ടില്ലെന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയായ IAEA അറിയിച്ചു. രണ്ട് നഗരങ്ങളിലുമായി 160-ലധികം പേർക്ക് പരിക്കേറ്റു. അറാദിൽ 84 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 10 പേരുടെ നില ഗുരുതരമാണ്. ഡിമോണയിൽ 78 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റവരിൽ 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉൾപ്പെടുന്നു. ഇറാനും ഹിസ്ബുള്ളയും ശനിയാഴ്ച രാത്രി നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഇസ്രയേലിലെ തെക്കൻ നഗരമായ ഹോളോണിലും മിസൈലുകൾ പതിച്ചു. ഹോളോണിലെ ജനവാസ മേഖലകളിൽ ഉണ്ടായ മിസൈൽ വീഴ്ചയിൽ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ആ ആക്രമണത്തിൽ ഹോളോണിൽ മാത്രം ഏകദേശം 12 പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് പതിച്ച മിസൈലുകൾ ജനവാസ മേഖലകളിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഡിമോണയിൽ ഒരു കെട്ടിടം പൂർണ്ണമായും തകർന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണത്തെ ഭീകരമായ ഒന്ന് എന്ന് വിശേഷിപ്പിക്കുകയും ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് മിസൈലുകൾ എങ്ങനെ നഗരങ്ങളിൽ പതിച്ചു എന്നതിനെക്കുറിച്ച് സൈന്യം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് ട്രംപ് ഇറാന് 48 മണിക്കൂർ സമയം നൽകിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ ആണവ നിലയമായ നതാൻസിന് നേരെ നടന്ന ആക്രമണത്തിന് പകരമായാണ് ഡിമോണ ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ പറഞ്ഞു. തങ്ങളെ വീണ്ടും ആക്രമിച്ചാൽ മേഖലയിലെ ഊർജ്ജ ജല വിതരണ ശൃംഖലകൾ തകർക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തി. ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. ഒരാൾ മിസ്സിംഗ് ആണ്. സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമായതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിന്റെ തീരപ്രദേശത്ത് പരിശീലന പറക്കലിനിടെയാണ് ഒരു ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണത്. അപകടത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഖത്തർ സൈന്യം ഒരു ഉന്നതതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. 2026 മാർച്ച് 22 ഞായറാഴ്ച, അതായത് ഇന്ന്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷാർജ തീരത്തിന് വടക്ക് വെച്ച് ഒരു വാണിജ്യ കപ്പലിന് സമീപം സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഷാർജ നഗരത്തിന് ഏകദേശം 15 നോട്ടിക്കൽ മൈൽ, ഏകദേശം 28 കിലോമീറ്റർ വടക്ക് വെച്ച് ഒരു ബൾക്ക് കാരിയർ കപ്പലിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത്. തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രൊജക്ടൈൽ കപ്പലിന് തൊട്ടടുത്ത് പതിച്ചതാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസിയായ UKMTO അറിയിച്ചു. കപ്പലിലെ എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. കപ്പലിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണ്. ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന മറ്റ് കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള ഡിയോഗോ ഗാർഷ്യ വ്യോമത്താവളം ഉപയോഗിച്ച് ഇറാന് നേരെ ആക്രമണം നടത്താൻ UK അമേരിക്കയ്ക്ക് അനുമതി നൽകി. ഇറാനുമായുള്ള സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ യുണൈറ്റഡ് കിങ്ഡം തങ്ങളുടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ അഥവാ അന്തർവാഹിനി പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് വിന്യസിച്ചു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും US-ൽ നിന്ന് LPG-യും ഇന്ത്യയിലെത്തി. മുൻ FBI മേധാവി റോബർട്ട് മുള്ളറുടെ നിര്യാണത്തോടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വലിയ വിവാദമായിരിക്കുകയാണ്. മുള്ളറുടെ മരണവാർത്തയോട് പ്രതികരിക്കവേ ഗുഡ്, ഐ എം ഗ്ലാഡ്, അതായത് നന്നായി, എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. ഇത് രാഷ്ട്രീയ ലോകത്ത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. ട്രംപിന്റെ ഈ പ്രതികരണം അറപ്പുളവാക്കുന്നത് ഡിസ്ഗസ്റ്റിംഗ് ആണെന്നും ഒരു മുൻ ഉദ്യോഗസ്ഥനോട് കാണിക്കേണ്ട മര്യാദ അദ്ദേഹം ലംഘിച്ചുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 2016-ലെ US തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലിനെക്കുറിച്ച് അന്വേഷിച്ച സ്പെഷ്യൽ കൗൺസിലായിരുന്നു റോബർട്ട് മുള്ളർ. അന്നുമുതൽ മുള്ളറും ട്രംപും തമ്മിൽ കടുത്ത ഭിന്നത നിലനിന്നിരുന്നു. മുള്ളറുടെ അന്വേഷണം തന്നെ വേട്ടയാടാനാണെന്ന് ട്രംപ് പലപ്പോഴും ആരോപിച്ചിരുന്നു. 81-ാം വയസ്സിലാണ് റോബർട്ട് മുള്ളർ അന്തരിച്ചത്. വാഷിംഗ്ടൺ DC-യിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ, അതായത് മാർച്ച് 23-ന് അവസാനിക്കും. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ പത്രികകൾ സ്വീകരിക്കില്ല. സ്ഥാനാർത്ഥികൾ സജീവ പ്രചാരണത്തിലാണ്. തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇന്നലെ പത്രിക സമർപ്പിച്ചു.
ഇടത് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച ജി സുധാകരനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷ വിമർശനം നടത്തി. സുധാകരന്റെ നടപടി അങ്ങേയറ്റം നിന്ദ്യവും പാർട്ടിയോടുള്ള ചതിയുമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ രംഗത്തെത്തി. മുൻ കൊടുവള്ളി എം.എൽ.എ. കാരാട്ട് റസാഖ് LDF വിട്ട് മുസ്ലിം ലീഗിലേക്ക് മടങ്ങി. പശ്ചിമേഷ്യൻ സംഘർഷം കേരളത്തിലെ അടുക്കളകളെയും ബാധിച്ചു തുടങ്ങി. ഇന്ധനവില വർധനവിനൊപ്പം LPG വിതരണത്തിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 3 മലയാളികൾ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു.